ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് 2026 ജൂൺ 2 വേഴഗ്രഹം കർക്കടക രാശിയിലേക്ക്, അതായത് വേഴത്തിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ആ വേഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കർക്കിടക രാശിയിലേക്കാണ് വേഴഗ്രഹം രാശി മാറുന്നത്. അത് കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയാണ് ഈ കർക്കിടക രാശി. അപ്പോൾ നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹമാണ് വേഴഗ്രഹം. ജീവകാരകനാണ്, ധനകാരകനാണ്, അപ്പോൾ സർവേശ്വരകാരകനാണ് ആ ഗുരു. അപ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള വേഴഗ്രഹം കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈശ്വരൻ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രതീതിയാണ് ആ വേഴഗ്രഹത്തിൻ്റെ 4ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് 4ാം ഭാവരാശിയിൽ, കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാണ് വേഴഗ്രഹം. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരകടാക്ഷം, സത്പ്രവർത്തനങ്ങൾ, സദ്ബുദ്ധി, സാത്വിക ചിന്ത, പഠനമികവ്, കർമ്മനേട്ടങ്ങൾ, കുടുംബസുഖം, കുടുംബ സംരക്ഷണം, സാമ്പത്തിക അഭിവൃദ്ധി, ഇവയുടെയൊക്കെ ഒരു സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ 4ലേക്ക് ആ വേഴഗ്രഹം വരുമ്പോൾ. പക്ഷേ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ആ വേഴഗ്രഹം കർക്കിടക രാശിയിൽ വരുന്നത് ഏത് രീതിയിലാണ് അവരെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർക്ക്, തുലാ ലഗ്നക്കാർക്ക് വേഴഗ്രഹത്തിൻ്റെ ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും 3ഉം 6ഉം ഭാവാധിപനാണ് ഈ വേഴം എന്ന് പറയുന്നത്. ഇപ്പം 3ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള വേഴഗ്രഹം ജൂൺ 2 അവരുടെ 10ാം ഭാവരാശിയിലേക്ക്, കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. അതായത് 10ാം ഭാവരാശി എന്ന് പറയുന്നത് വേഴഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ജൂൺ 2 10ാം ഭാവരാശിയിൽ വരുന്ന വേഴഗ്രഹം ഒക്ടോബർ 31 വരെ ആ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും, ഉച്ചരാശിയിൽ ഉണ്ടാകും. എന്ന് പറയുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള വലിയ പരിവർത്തനങ്ങളുടെ സമയം എന്ന് പറയാം. തൊഴിൽപരമായിട്ട് ഉയർച്ച, സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, ഇവയുടെയൊക്കെ സമയമായിരിക്കും തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും വേഴം 10 ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാവുന്നത്. ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു 10 വരുന്നത് പ്രത്യേകിച്ച് കരിയർ വികാസത്തിന് അത് വഴിയൊരുക്കും. തൊഴിലിടത്ത് എന്ത് ട്രബിൾസ് ഉണ്ടായാലും അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. പൊതുവെ തൊഴിൽ സുഖം ഉണ്ടാകാവുന്ന സമയമാണ്. നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം നമുക്ക് കിട്ടുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഗുരു ഉച്ചസ്ഥിതിയിലാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ ഗുണാനുഭവം. പ്രത്യേകിച്ച് 6ാം ഭാവാധിപനാണ്, സേവന സ്ഥാനാധിപനാണ് ഈ വേഴഗ്രഹം. 6ാം ഭാവാധിപൻ അതിൻ്റെ 5, അതായത് 10ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സേവനങ്ങൾക്ക് ഉയർന്ന നമ്മുടെ സേവനങ്ങൾ ഉയർന്ന കർമ്മപ്രവർത്തനങ്ങളായിട്ട് മാറുന്ന സമയം എന്ന് പറയാം. എന്ന് പറയുമ്പോൾ ഉയർന്ന ബെനിഫിറ്റ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കിട്ടാവുന്ന സമയമാണ്. ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതായത് നമ്മുടെ ഡിസ്ട്രക്റ്റീവ് നേച്ചറൊക്കെ മാറി ഒരു ക്രിയേറ്റീവ് നേച്ചറിലേക്ക് നമ്മൾ മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പൊതുവെ ഉയർന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ഈ സമയത്തുണ്ടാകും. ഗുരു 3ാം ഭാവാധിപനും കൂടെയാണ്. 3ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10ലേക്ക് രാശി മാറുകയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, അതുപോലെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് തലത്തിലുള്ള വർക്ക്, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇവയിലൊക്കെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട നിരവധി യാത്രകൾ ഈ സമയത്ത് ചിലപ്പോൾ അവർക്കുണ്ടാകാം.
അത് ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളായിരിക്കാം. അങ്ങനെ നമ്മുടെ സേവന മേഖലകളിൽ നിന്ന് സേവനവുമായിട്ട് ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ അതിൻ്റെ 5ലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗുരു 10-ൽ വരുന്നു, ഉച്ചസ്ഥിതനാകുന്നു. അപ്പം ഗുരുവിൻ്റെ സ്ഥിതി നമുക്ക് അതുകൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് പറഞ്ഞത്. പക്ഷെ ഗുരു ആ രാശിയിൽ നിന്നിട്ട് 3 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗുരു ആദ്യം നമുക്ക് 2-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. പ്രത്യേകിച്ച് തുലാക്കൂറുകാരുടെ 2-ാം ഭാവം എന്നാണ് വൃശ്ചിക രാശിയാണ്. ആ വൃശ്ചിക രാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അത് നമുക്ക് ധനപരമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാം. കർമ്മമണ്ഡലത്തിൽ നമുക്ക് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക്, എഴുത്തുകാർക്ക്, പ്രഭാഷകർക്ക്, അഡ്വൈസറി വർക്ക് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് തലത്തിലും നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഈ 10-ൻ്റെ 5-ാം ഭാവമാണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് സ്പെക്കുലേറ്റീവ് തലത്തിലും നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ഈ 2-ാം ഭാവരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. ബാങ്ക് ബാലൻസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. കുടുംബ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ പറ്റും. കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകാൻ കഴിയും. അങ്ങനെ നമുക്ക് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകും. മാത്രമല്ല സന്താനങ്ങൾക്കും നമുക്ക് കർമ്മനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. അപ്പോൾ ഫാമിലി സറൗണ്ടിങ്സ് ഒക്കെ പൊതുവെ നമുക്ക് അനുകൂലമാകുന്ന സമയം എന്ന് പറയാം. നമ്മുടെ സംസാരത്തിലൊക്കെ ഒരു ഡിവൈൻ ടച്ച് ഉണ്ടാകും. അത് കുടുംബാംഗങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാകും. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കും ആ 2-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് കാണുന്നു. അതുപോലെ ഗുരു 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരു 4-ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനത്തിൻ്റെ 7-ാം ഭാവമാണ് ഈ 4-ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ അനുകൂല സമയമാണ്. നല്ല കർമ്മങ്ങൾ വഴി നമുക്ക് കുടുംബത്തിലൊക്കെ സമാധാനം സാധ്യമാകുന്ന സമയമാണ്. അതേസമയം ഈ 4-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മകരരാശിയാണ്. ഗുരുവിൻ്റെ നീചരാശിയാണ് മകരരാശി. അവിടത്തേക്കാണ് ആ ഗുരു നീചദൃഷ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാമിലി തലത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകാവുന്ന കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കിയില്ല എങ്കിൽ അത് കുടുംബത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡൊമസ്റ്റിക് പീസ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ പ്രത്യേകിച്ച് 4-ാം ഭാവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അത് നമുക്ക് കുടുംബത്തിൽ ആ ഡൊമസ്റ്റിക് പീസൊക്കെ കൈവരിക്കാൻ സഹായകമാണ്. അതുപോലെ നമുക്ക് ഈ പാർട്ട്നേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് 10-ൻ്റെ 7-ലേക്കാണ് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത്. അപ്പോൾ അത് ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിലായാലും ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു കാര്യങ്ങളിലായാലും നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇത് വേണം. അതുപോലെ 4-ാം ഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, അതുപോലെ വെഹിക്കിൾ ഡീലേഴ്സ്, പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ബിൽഡേഴ്സ്, ഇവർക്കൊക്കെ പ്രത്യേകിച്ച് അവരൊക്കെ അല്പം കെയർ വേണമെന്നേ ഉള്ളൂ. ആ പ്രവർത്തനങ്ങളൊക്കെ നേരെ കൊണ്ടുപോകാം. പക്ഷേ എടുത്തു ചാടിയുള്ള ഒരു തീരുമാനം എടുക്കരുത്. അല്പം കെയർ കൊടുക്കണം. കാരണം 4-ലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടി നീചദൃഷ്ടിയാണ്. അപ്പം അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ അതായത് നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങാൻ പോകുന്നെങ്കിൽ ചാടിക്കയറി നോങ്ങാതെ എല്ലാ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അത് വാങ്ങുക. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാരും ആ ബിസിനസ്സിലൊക്കെ ഇടപെടുമ്പോൾ അവിടെയും ഒരു കെയർ വേണം. അതുപോലെ വെഹിക്കിൾ ഡീലേഴ്സ്, ഇവിടെയൊക്കെ പൊതുവെ 4-ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഗുണമാണ്. പക്ഷേ ഇവിടെ നീചദൃഷ്ടി ആയതുകൊണ്ട് അല്പം കെയർ കൊടുത്തു പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും വിചാരമില്ലാതെ ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഗുരു 6-ൽ ദൃഷ്ടി ചെയ്യുന്നു. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറുകാർക്ക് 6-ാം ഭാവാധിപനാണ് ഗുരു. അപ്പോൾ ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ 10-ൽ നിൽക്കുകയാണ്. ഉച്ചസ്ഥിതിയിലാണ്. അത് ആ 6-ാം ഭാവാധിപൻ 10-ൽ നിന്ന് 6-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 6-ലൊക്കെ ഇപ്പോൾ ശനി നിൽക്കുന്ന സമയവുമാണ്. അപ്പം 6-ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് അത് വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് ഈ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. പ്രത്യേകിച്ച് കോവർക്കേഴ്സുമായിട്ടുള്ള
സഹകരണമില്ലായ്മ അവയൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുന്ന സമയമാണ്. അവരുടെ സഹകരണമൊക്കെ നമുക്കുണ്ടാകും. അത് നല്ല യുക്തിസഹമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക വഴി, അവരുമായിട്ട് നല്ല ചർച്ചകൾ നടത്തുക വഴി നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകാൻ കഴിയും. അതുപോലെ നമുക്ക് കടബാധ്യതകൾ ഉള്ളവരാണെങ്കിൽ ആ കടബാധ്യത നമുക്ക് കുറയ്ക്കാൻ കഴിയും. അത് ചിലപ്പോൾ കടമെടുത്തായിരിക്കാം കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും മാർഗേന ആ കടം കുറയ്ക്കാൻ കഴിയുന്ന ഒരു സമയം, ചിലപ്പോൾ കടത്തിൻ്റെ റീപേയ്മെൻറ്റ് കാലാവധിയൊക്കെ നമുക്ക് നീട്ടിക്കിട്ടുന്നതിനൊക്കെ നമ്മൾ ശ്രമിച്ചാൽ അതിനനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പം പൊതുവെ നമുക്ക് എന്ത് പ്രശ്നങ്ങളായാലും എന്ത് പ്രതിബന്ധങ്ങളായാലും അവ നമുക്ക് തരണം ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് 6-ാം ഭാവാധിപൻ 6ലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് 6-ാം ഭാവ രോഗസ്ഥാനവും കൂടിയാണ്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ചിട്ടയായ വ്യായാമത്തിലൂടെ യോഗയിലൂടെ അവർക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. അതുപോലെ നമുക്ക് വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്ക് ആ വ്യവഹാരങ്ങളിൽ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പൊതുവെ നമുക്ക് ശത്രുക്കളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന സമയമാണ്. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയാവുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ദൗർഭാഗ്യങ്ങളുടെ ആ തീവ്രത കുറയുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വേഴഗ്രഹം കർമ്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.